ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ രേണുസുതിക്ക് എത്രയും പെട്ടെന്ന് അസുഖം മാറട്ടെ. ഇന്നലെ ഞാൻ വീണ്ടും ഒരു വീഡിയോ കാണാനിടയായി. കീമോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടു. അപ്പം അത് കാണിച്ചു. ഒരു പള്ളിയിലെ ഒരു ഭക്തി ഗാനമൊക്കെ പുള്ളിക്കാരി പാടി. നല്ല രീതിയിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. കാരണം ഒരു 10 ദിവസം മുമ്പ് വരെ കണ്ട രേണുസുതിയല്ല, ഒരാഴ്ചയായിട്ട് മുമ്പ് വരെ നമ്മൾ കണ്ട രേണുസുതിയിൽ നിന്ന് 1000% മാറിയ ഒരു രേണുവിനെയാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ കാരണം തന്നെ അസുഖം വന്നതുകൊണ്ടാണ്. സ്വാഭാവികമായിട്ടും അസുഖം വരുമ്പോൾ നമ്മൾ മനുഷ്യന്മാരുടെ മനുഷ്യന്മാരുടെ സ്വഭാവങ്ങളെല്ലാം നമ്മൾ മാറണമല്ലോ. അപ്പോൾ എന്തായാലും രേണുവിന് എത്രയും പെട്ടെന്ന് അസുഖം മാറട്ടെ. മനുഷ്യരായിട്ടുള്ള എല്ലാ മനുഷ്യരും എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വമുള്ള ഒരു ഹ്യൂമാനിറ്റിയുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. രേണുവിൻ്റെ അസുഖം മാറി രേണു നല്ല പൂർവാധികം മിടുക്കിയായിട്ട് നല്ല രീതിയിൽ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പോകട്ടെ. ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്ത്, അല്ലെങ്കിൽ നല്ല പാട്ട് പാടി, നല്ല ഡാൻസ് ചെയ്തു, നല്ല ആൽബങ്ങളിൽ നല്ലെന്ന് പറഞ്ഞ രീതിയിൽ അഭിനയിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് ഈ നഗ്നതാ പ്രദർശനം നടത്തി പണമുണ്ടാക്കി മക്കൾക്കും നാട്ടിലെ കുട്ടികൾക്കും അതൊരു മോശം ഇമേജ് വരുത്താതെ, അല്ലെങ്കിൽ മോശം രീതിയിലേക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാത്ത രീതിയിലേക്ക് പോകട്ടെ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന കാര്യം ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് ആദ്യം പറയും. ക്യാൻസറിൻ്റെ കാര്യം പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വീട്ടിൽ ഡോക്ടേഴ്സിൻ്റെ ഒരു വീടാണ്. കുറേ പേര് ഡോക്ടേഴ്സ് ഉണ്ട്. പിന്നെ മോന് MBBS സ്റ്റുഡൻ്റാണ്. അപ്പം നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ സെല്ലുകളുണ്ട്. എല്ലാ വ്യക്തികളുടെയും ശരീരത്തിൽ ക്യാൻസർ സെല്ലുകളുണ്ട്. ഈ ക്യാൻസർ സെല്ലുകൾ എപ്പോഴാണോ വളരുന്നത്, കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് നമ്മുടെ ക്യാൻസർ സെല്ലുകൾ ശരീരത്തിൽ വളരുന്നത്, ക്യാൻസർ കോശങ്ങൾ. അപ്പോൾ അത് ഇമ്മ്യൂണിറ്റി കുറയാൻ ഒരുപാട് കാരണങ്ങൾ. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി, അത് കുറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്കപ്പോൾ നോട്ട് ചെയ്ത ഒരു കാരണം എന്ന് പറഞ്ഞാൽ പല അസുഖങ്ങളുണ്ട്. പലതരം അസുഖങ്ങൾ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയാം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടിരിക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ യൂസ് ചെയ്യുക. അതിപ്പം സ്കിന്നിനായാലും ക്രീം രൂപത്തിൽ, ടാബ്ലറ്റ് രൂപത്തിൽ, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ രൂപത്തിൽ ഒക്കെ നമ്മൾ സൗന്ദര്യം കൂട്ടാൻ വേണ്ടി, അത് കണക്ക് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനുകൾ. നമ്മുടെ സൗപർണിക, നമ്മുടെ താര കല്യാണിൻ്റെ മകളില്ലേ, കൊച്ചിൻ്റെ പേരെന്തോ, വെങ്കടേഷ് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ആ കുട്ടി അവരെയൊക്കെ പോലെ ഈ വണ്ണം കുറയാൻ വേണ്ടി ഇരിക്കുന്നത്, അതൊക്കെ ഭാവിയിലൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്നൊന്നും നമുക്കറിയത്തില്ല. ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല ആൾക്കാരും പല രീതിയിൽ സ്കിന്ന് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്, വെളുക്കാൻ വേണ്ടിയിട്ട്, സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പലതരത്തിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോൾ, കാരണം നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാച്ചുറാലിറ്റി ഉണ്ട്. നമ്മുടെ ബോഡി, ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ബ്യൂട്ടി പാർലറിൽ പോകുന്ന ഒരാളല്ല. ഞാനൊരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് 7-8 വർഷത്തോളമായി. അതും ഞാൻ ആ ഒരു സമയത്ത് എന്തോ ഒരു സംഭവം, ആ ഫംഗ്ഷൻ കാര്യങ്ങൾ വന്നപ്പോൾ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയതാണ്. അപ്പം നമ്മളിതിനപ്പുറത്തേക്ക് ഇനി ഒന്നുമില്ല, നമ്മളിങ്ങനെ തന്നെ ഇരിക്കുന്നവരാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ ശരീരത്തിൽ എല്ലാ വ്യക്തികളുടെയും ഫേസിൽ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാതിരുന്ന് നിങ്ങൾ രാവിലെ ഒരു സൺസ്ക്രീൻ, ഒരു നല്ലൊരു ഫേസ് വാഷ് ചെയ്ത് മുഖം കഴുകി, ഒരു മോയ്സ്ചറൈസർ തേച്ച്, ഒരു സൺസ്ക്രീൻ തേച്ച്, എന്തെങ്കിലും നിങ്ങൾക്ക് തേക്കാനായിട്ടുള്ള ഏതെങ്കിലും വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം തേക്കണമെങ്കിൽ, ഒരു ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഫൗണ്ടേഷനോ ഒക്കെ തേക്കണമെങ്കിൽ തേക്കാം. അതിനപ്പുറത്തേക്കിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ബ്യൂട്ടി കൂട്ടാൻ വേണ്ടി, സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ട്രീറ്റ്മെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് വലിയ വിലയാണ് നിങ്ങൾ കൊടുക്കേണ്ടി വരിക. അപ്പോൾ അതാണ് ഞാനിവിടെ പറയാനായിട്ട് വിചാരിച്ചത്. ഇപ്പം നമ്മൾ വേറെ ക്യാൻസർ വരുന്നവരെല്ലാം അങ്ങനെ ചെയ്തു, അങ്ങനെ സംഭവിച്ചു എന്നുള്ള, പക്ഷേ എന്നാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നിപ്പോവുകയാണ് കേട്ടോ. കാരണം എൻ്റെ അച്ഛനും ക്യാൻസർ വന്ന് മരിച്ച ഒരാളാണ്. അപ്പോൾ പക്ഷേ അദ്ദേഹം 70-75 വയസ്സൊക്കെ ആയിട്ടാണ് ക്യാൻസർ വന്നത്. പച്ചക്കറി മാത്രം കഴിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. സിഗരറ്റോ പുകവലിയൊന്നും ഞാൻ ജനിച്ചിട്ട് അദ്ദേഹം പുകവലിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പോലും ലങ്സ് ക്യാൻസറാണ് വന്നത്. അപ്പോൾ ക്യാൻസർ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലെല്ലാം ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ പ്രായാധിക്യം വരുമ്പോൾ നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കുറയും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗങ്ങൾ വരുമ്പോൾ നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളിലൊന്നാണ് ക്യാൻസർ. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ രേണുസുതിയുടെ കാര്യമാണല്ലോ നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ രേണുസുതിയുടെ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് അയക്കുന്നതായിട്ട് ഞാൻ കണ്ടു പല വീഡിയോയിലും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ രേണുവിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും, ഒരുപാട് ആൾക്കാർ ഇപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അസുഖം വരുമ്പോൾ സ്വാഭാവികമായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവർ പോലും ചില കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്, വിമർശിക്കുന്ന പോലെ പറയുന്നുണ്ട്. അതിപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നിനക്ക് അസുഖം വരണം, അല്ലെങ്കിൽ നീ അസുഖം വന്നാൽ അങ്ങനെ ആവട്ടെ, അവർക്ക് ഇത് തന്നെ വേണം എന്ന് പറയുന്നൊരർത്ഥമില്ല. പക്ഷേ ഇവർ പറയുന്നുണ്ട്, ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ട്, ഈ അസുഖം വന്നിട്ട് പോലും ഞാൻ വിമർശിക്കപ്പെട്ടു, എന്നെ എന്തിനാണ് വിമർശിച്ചത്, ഞാൻ എൻ്റെ കാര്യം നോക്കി, ഇവളുമാർക്കൊക്കെ അസൂയയാണെന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പും പറയുന്നുണ്ട്. പിന്നെ അതുപോലെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാർ
ഇൻ്റർവ്യൂ കൊടുത്ത ആളുടെ കാര്യം നമുക്കറിയാമല്ലോ. ഓരോ ആൾക്കാരെയും ഇവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഇവരെ പുറകെ നടന്ന് ഇങ്ങനെ വീഡിയോസ് എടുത്ത് ഇവരെവിടെ പോയാലും ഇവരെങ്ങോട്ട് ചരിഞ്ഞ് കിടന്നാൽ ഇവരെ ക്ലീവേജ് കാണിപ്പിക്കുക, അല്ലെങ്കിൽ ഇവരെ ക്ലീവേജ് നോക്കിയിട്ട് വീഡിയോ എടുത്തിട്ട് അത് അവരുടെ അനുഭവത്തോടു കൂടിയായിരിക്കും. കാരണം ഒരു വീഡിയോ എടുത്ത് നമ്മുടെ ഒരു വീഡിയോ നമ്മളിങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴോ ഒക്കെ അങ്ങനെ നമ്മളുടെ ഒരു വീഡിയോ എടുത്തിടുമ്പോൾ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ വാൺ ചെയ്യും, അത് അപ്പോഴേ ഡിലീറ്റ് ചെയ്യിപ്പിക്കും. പക്ഷേ അവർക്ക് താല്പര്യം ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ അവരതുകൊണ്ടാണല്ലോ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതാണ് ജനങ്ങളിൽ അവരെ വെറുപ്പ് സമ്പാദിപ്പിച്ചത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കണക്ക് ബിഗ് ബോസ് ഷോയിനുള്ളിൽ നിന്നപ്പോൾ അവർക്ക് ഭയങ്കര പോസിറ്റീവായിരുന്നു. അവർക്ക് അസുഖം ഉണ്ടായിരുന്നു, അവർക്ക് ഈ അനിമോളൊക്കെ പെയിൻ അങ്ങനെ എടുക്കുന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പബ്ലിക്കിൻ്റെ മുന്നിൽ അങ്ങനെ പറയാൻ പാടുണ്ടായിരുന്നോ, തെറ്റായിപ്പോയി, അങ്ങനെ പറയണ്ടായിരുന്നു. ഒരു മനുഷ്യൻ്റെ അവസ്ഥ, ഒരു മാനസികാവസ്ഥ എന്തായിരുന്നിരിക്കും ആ കൊച്ചിൻ്റെ എന്നൊക്കെ ഞാൻ ആലോചിച്ച് ഭയങ്കര സങ്കടപ്പെട്ടിട്ടുണ്ട്. ബിഗ് ബോസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം അതുപോലെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ പിന്നെ രേണുവിന് ഒരുപാട് ആൽബം ചെയ്യായിരുന്നു, സിനിമ ചെയ്യായിരുന്നു, സീരിയൽസ് വേണമെങ്കിൽ അത് ചെയ്യായിരുന്നു, ഡ്രാമ ചെയ്യായിരുന്നു, ഡാൻസും പാട്ടും അറിയാം, ഇതെല്ലാം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ നടത്തുന്നത്? ഇപ്പോൾ പറയുന്നിട്ട് ചികിത്സയ്ക്ക് വേണ്ടി സബ്സ്ക്രിപ്ഷൻ നടത്തുന്നത് അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അത് അല്ലെങ്കിലും അങ്ങനെ അല്ല. കാരണം രേണുവിൻ്റെ അസുഖം പറഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അതിനുശേഷം രേണുവിൻ്റെ എന്താ പറയുക ബോഡി ലാംഗ്വേജ് തന്നെ മാറിപ്പോയി. ഡ്രസ്സിങ്ങിലായാലും സംസാരത്തിലായാലും എല്ലാത്തിലും രേണു അസുഖബാധിതയാണ് എന്നറിഞ്ഞതിന് ശേഷം രേണു ഒരുപാട് മാറിപ്പോയി. പരുമലയിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് ക്യാൻസർ ഉണ്ട് എന്നറിഞ്ഞിട്ടാണ് അടുത്ത ആ ഒരു മാറ്റിവെക്കാൻ പറ്റാത്ത പരിപാടിയിൽ ബഹ്റിലേക്ക് പോയത്. തിരിച്ച് കോട്ടയത്ത് കൊടുത്തിട്ടാണ്, കോട്ടയത്ത് വീണ്ടും ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, അപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലെല്ലാം കൊടുത്തിട്ടാണ്, ടെസ്റ്റിനുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടാണ് ബഹ്റൈനിൽ പോയി തിരിച്ച് വന്നപ്പോഴാണ് അവരെ കസ്റ്റംസ് പരിശോധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ഈ കമൻറ്റ് ബോക്സിലോടൊന്ന് പോയിട്ടൊന്ന് റിയാക്ട് ചെയ്യട്ടെ. കാരണം നമ്മൾ കമൻറ്റിനെ കുറ്റം പറയാനും പറ്റില്ല, നമുക്കെന്നാ പറയാതിരിക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഒരു കമൻറ്റ് ഞാൻ വായിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ രേഷ്മ ഈ അവസരത്തിൽ പറയുന്നത് ശരിയോ തെറ്റോ എന്നറിയില്ല, ബട്ട് ബിഷപ്പ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ ബിഷപ്പല്ല വിശപ്പാമ്പ് എന്ന് തിരുത്തി പറയിച്ച ആളാണ് രേണു. അതേ നാവുകൊണ്ട് തന്നെ പരസ്യമായി മറ്റുള്ളവരുടെ മുന്നിൽ അദ്ദേഹത്തോട് കൈകൂപ്പി മാപ്പ് ചോദിക്കുന്ന അവസരം വന്നു. എല്ലാം കാണുന്ന ഒരാൾ മുകളിൽ ഉണ്ടായിരുന്നു എന്ന് രേണു മറന്നു. സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ വന്ന് ഓരോന്ന് ചെയ്തത് ആളുകൾ വിമർശിച്ചപ്പോൾ മാസം 5 ലക്ഷം വരുമാനം എനിക്കുണ്ട്, അതില്ലാത്തവന്മാരുടെ അസൂയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ പൈസ എന്തിനു വേണ്ടി പോകുന്നു? പിന്നെ മറ്റൊരു വ്ളോഗറിനെ അവൾക്ക് ചട്ടുകാലാണ്, മുള്ളാൻ പോകാൻ പോലും എണീക്കാൻ പറ്റില്ല, ആരെങ്കിലും എടുത്തുകൊണ്ട് വേണം പോകാൻ എന്ന് രേണു പറഞ്ഞു പബ്ലിക്കായി. നമ്മൾ മറ്റുള്ളവരുടെ അവസ്ഥയെ കളിയാക്കുമ്പോൾ നമ്മളെ നാളെ നമ്മൾക്കും വന്നു കൂടായികയില്ല. അഹങ്കാരം പറഞ്ഞ നാവ് കൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാം മാറ്റി പറയേണ്ടി വന്നു. എന്തായാലും അസുഖം മാറി പുതിയൊരു രേണു ആയി വരിക. കാരണം എല്ലാ മനുഷ്യന്മാരുടെയും മാനസികാവസ്ഥ ഇത് തന്നെ ആയിരിക്കും, കൂടുതൽ മെജോറിറ്റി ആൾക്കാരുടെ. കാരണം എന്താണെന്നറിയാം, ലൈക്ക് ചെയ്യുന്നവരുടെയും കമൻറ്റ് ചെയ്യുന്നവരുടെ എല്ലാം ഞാനും പോയി എപ്പോഴും ലൈക്ക് ചെയ്യും, അതേപോലെ ഒരുപാട് ആൾക്കാർ ലൈക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് തന്നെ ആയിരിക്കും. കാരണം ഇതാണ് ഒരു സ്ത്രീയെ, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, അവരെ ചട്ടുകാലി എന്ന് വിളിച്ചു, എന്നിട്ട് അവരെ ഡയപ്പർ താത്ത എന്ന് വിളിച്ചു. അപ്പോൾ അവരെ അങ്ങനെയുള്ള നമ്മളെ ഒരു ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ കളിയാക്കുന്ന ഒരവസ്ഥയിലേക്കൊക്കെ രേണു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മോശം. നമ്മളെ ഒരാൾ വിമർശിച്ചെങ്കിൽ നമ്മൾ ആ വിമർശനം ശ്രദ്ധിക്കാതെ പോവാം. നമ്മൾ നമ്മുടെ ജോലി, നമുക്ക് നമ്മുടേതായ ജീവിത പ്രശ്നങ്ങളുണ്ട്, നമുക്ക് നമ്മുടെ കുഞ്ഞിനെ വളർത്തണം, നമുക്ക് നമ്മുടെ ഒരു നല്ല രീതിയിലേക്ക് പോകണം, നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കണം, അങ്ങനെ പറഞ്ഞു പോകണം. പക്ഷെ അതുകൊണ്ട് രോഗം ഒന്നെന്ന് പറയാൻ പറ്റില്ല. എന്നാൽ പോലും അതിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാനുള്ള ഒരു സിറ്റുവേഷൻ, അവസ്ഥയാണിത്, രോഗാവസ്ഥ. നമ്മളൊരു രോഗാവസ്ഥ ഇങ്ങനെ ഓടി നടന്ന് അവർ പറയുന്നത് കേട്ടുകൊണ്ട് മറ്റുള്ളവരെ തെറി പറഞ്ഞ് അവർ മറ്റെല്ലാത്തിനും മറുപടി പറഞ്ഞ് എല്ലാത്തിനും പ്രതികരിച്ചു വളരെ മോശമായിട്ട് ബിഷപ്പിനെയും എല്ലാം തെറി പറഞ്ഞുകൊണ്ട് നടന്നൊരു വ്യക്തി അത് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കൈകൂപ്പി പ്രാർത്ഥിച്ചു. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഒരു വൈദികൻ അങ്ങനെ തന്നെ വേണം. വീണ്ടും പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോഴോ ഇതൊക്കെ ചിന്തിച്ച് മനസ്സിനെ മാനസാന്തരപ്പെടുത്താൻ പറ്റിയ അവസ്ഥയാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ഇതിനകത്ത് നെഗറ്റീവായിട്ട് കാണേണ്ടത്. ഈ കമൻറ്റിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞോട്ടെ എന്ന് രേണു പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കമൻറ്റ് വെച്ച് റിയാക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഇതൊരു നെഗറ്റീവ് അല്ല, എല്ലാ മനുഷ്യരുടെയും മനസ്സിലുള്ള ഒരു കാര്യമാണ്. കാരണം രേണു അങ്ങനെയാണ്, രേണുവിൻ്റെ ആറ്റിറ്റ്യൂഡ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അങ്ങനെ ആയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞോളൂ. അല്ലാണ്ട് രേണുവിനോട് പേഴ്സണലി ആർക്കും ഒരു ദേഷ്യമില്ല. കാരണം രേണു നല്ല കുട്ടിയാണ്. ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്രയോ ദിവസം, വളരെ കുറച്ച് ദിവസം നിന്നോളെങ്കിൽ പോലും എന്ത് നല്ല സ്വഭാവമായിരുന്നു, ആരോടും കുറ്റം പറയാതെ, ആരെയും പരദൂഷണം പറയാതെ നിൽക്കുന്ന ഒരാളായിരുന്നു. ഒന്നും ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ജിനുവിൻ്റെ വീഡിയോ കാണുമ്പോൾ ഞങ്ങളൊന്ന് ചിരിക്കുമായിരുന്നു 5 സ്റ്റാറിൻ്റെ പരസ്യം വെച്ചിട്ട്. പക്ഷേ വളരെ നല്ല ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് അനുഭവപ്പെട്ട്, എന്താ പറയുക, നമ്മുടെ അനീഷിനോടൊന്ന് ദേഷ്യപ്പെട്ടപ്പോൾ. പക്ഷേ അതിനകത്ത് നമുക്ക് വിഷമം വന്നത് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും രേണുവിന് ഒരുപാട് സപ്പോർട്ട് വന്നു, ഒരുപാട് വോട്ടുകളും കിട്ടി. പിന്നെ അടുത്ത ഒരു കമൻറ്റ് കേട്ടോ,
എയർപോർട്ടിൽ ചെക്കിങ് അതിൽ എന്താണ് ഇത്രയും പുതുമ? ഞാനൊരു ക്യാൻസർ രോഗി എന്ന് പറഞ്ഞു, അവർക്ക് അവരുടെ ജോലി ചെയ്യണ്ടേ? പിന്നെ ഇവരെ ചെക്ക് ചെയ്യാൻ ആരുടെയും പരാതിയുടെ ആവശ്യമില്ല. ഇവരെ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് എത്ര തവണ യാത്ര പോയി? ഇവർക്ക് അവിടെ എന്താണ് ബിസിനസ്? പിന്നെ സെലിബ്രിറ്റി എന്ന് പറയുമ്പോൾ അത് ഇവർ തന്നെ സ്വയം പറയുന്ന വാക്കാണ്. അല്ലാതെ ഇത്രയും യാത്രകൾ അടുപ്പിച്ച് എയർപോർട്ട് വഴി നടത്തുമ്പോൾ തീർച്ചയായും അവർ കൂടുതൽ ചെക്കിങ് നടത്തും. അവിടെ ഇവർ ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ആണോ, അവർക്ക് ക്ഷീണമുണ്ടോ, ഇതൊന്നും അവർക്ക് വിഷയമല്ല. പിന്നെ ഒരു കാര്യം, ഇത്രയും വയ്യാത്ത ഒരാൾ എന്തിനാണ് ഇങ്ങനെ യാത്രകൾ ചെയ്യുന്നത്? അവിടെ പോയി കിടന്ന് കുടിച്ച് ഡാൻസ് കളിക്കാനുള്ള ആരോഗ്യമുണ്ടല്ലോ. അവരെ ചെക്കിങ് ചെയ്തപ്പോൾ മാത്രം ഇത്രയും ക്ഷീണം വരുന്നത് കഷ്ടമാണ്. അസുഖം വന്നാൽ ചികിത്സിക്കുക, അല്ലാതെ ഇതുപോലെ ഓരോ ചാനലുകളെ വിളിച്ചിരുത്തി അവരോട് ചോദ്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ചോദിപ്പിക്കുക, എന്നിട്ട് അതിന് മറുപടി മറ്റുള്ളവരെ കുത്തിപ്പറയുക. ഇതൊന്ന് സോഷ്യൽ മീഡിയയിൽ കൂടെ പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇവർ പറയുന്നത് എയർപോർട്ടിൽ ചെക്ക് ചെയ്യാൻ കാരണക്കാരെന്ന് എനിക്കറിയാമെന്ന്. അതെ, അവർക്കറിയാം. പക്ഷേ അത് അറിയുന്നതിനോടൊപ്പം ഒന്നും കൂടെ അറിയണം, ഇവർ തന്നെയല്ലേ ഇതേ എയർപോർട്ടിൽ വന്നിറങ്ങി നിന്നിട്ട് കുറേ ഓഞ്ഞ ചാനലുകളെ വിളിച്ചുകൂട്ടി ഇവരുടെ പ്രവൃത്തികളെ തുറന്ന് കാട്ടിയ ഒരു വ്യക്തിയുടെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് നീണ്ടു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ ചേട്ടാ മറക്കരുത്, ഇടയ്ക്കൊക്കെ ഇത് ഓർക്കുന്നത് നന്നായി ഗുണം ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഒരുപാട് നല്ലതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കിച്ചു കഴിഞ്ഞ ആഴ്ചയിലല്ല ഈ ചാനലുകാരുടെ മുന്നിലിരുന്ന് ആ കുട്ടിയുടെ കാര്യം ചോദിച്ചപ്പോൾ അയ്യോ ചോദിക്കലേ എന്ന് പറഞ്ഞ് തൊഴുത് പിടിച്ച് അവൻ തന്നത് പലിശ സഹിതം തിരിച്ചു കൊടുത്തത് മറന്നോ? ഇതുവരെ എൻ്റെ മകൻ എന്ന് എപ്പോഴും പറയുന്ന അമ്മ, മകൻ്റെ തെറ്റ് തിരുത്തി കൊടുക്കേണ്ട അമ്മ, മകന് മറുപടി കൊടുത്ത ചാനലിൽ കൂടെ തന്നെയാണ്. എന്നിട്ട് ഇപ്പോൾ കിച്ചു വിളിച്ചില്ല, ചാനൽ വഴി കൊള്ളാം, അത് കൊല്ലം സുധിയുടെ മകനാണ് എന്നുള്ള രീതിയിൽ സംസാരിച്ചത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. കറക്റ്റാണ്. ഇതിനകത്ത് നമ്മൾ ആലോചിക്കുമ്പം പല കാര്യങ്ങളും കറക്റ്റ് അല്ലേ, സത്യമല്ലേ? സ്വന്തം മകനാണെന്ന് പറഞ്ഞിട്ട് വളർത്തിയിട്ട് 11 വയസ്സ് മുതലോ 12 വയസ്സ് മുതലോ 20 വയസ്സ് വരെ വളർത്തിയ, 18 വയസ്സ് വരെയോ 20 വയസ്സ് വരെ വളർത്തിയ ഒരാളിനെ പിന്നെ പറഞ്ഞ സ്വന്തം നമ്മൾ കൊല്ലം സുധിയുടെ മകൻ, ഒരു മകൻ ഒരു കുറ്റം എന്തെങ്കിലും അവൻ്റെ ഭാഗത്തും തെറ്റ് വന്നു കഴിഞ്ഞാൽ തിരുത്തി കൊടുക്കേണ്ട അമ്മയായാലും ചേച്ചിയായാലും സഹോദരിയായാലും ആ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ തിരുത്തി കൊടുക്കണം. അതല്ലാതെ പിന്നെ ഒരു ചെറുപ്പക്കാരൻ ഒരു 14 വയസ്സ് കഴിയുമ്പോൾ തന്നെ, കുട്ടികൾക്ക് 13 വയസ്സ് കഴിയുമ്പോൾ തന്നെ മെച്യൂരിറ്റി ആയി അവൻ്റെ മുന്നിൽ അവൻ്റെ അമ്മ തുണി ഉരിയുക, ക്ലീവേജ് കാണിക്കുക, തുട കാണിക്കുക, പൊക്കിൾ കാണിക്കുക, വയറ് മുഴുവൻ കാണിക്കുക, എവിടെയൊക്കെ കാണിക്കാമോ അവിടെയൊക്കെ ഇങ്ങനെ ഉയർത്തി പൊക്കി കാണിച്ച് പണമുണ്ടാക്കുക എന്ന് പറയുമ്പോൾ മക്കളെന്ന് പറയുന്നവർ വന്നു കഴിഞ്ഞാൽ എൻ്റെ മകനായിരുന്നെങ്കിൽ ചെവിക്കലടിച്ച് എന്നെ പൊട്ടിച്ച് അവിടെ മൂലയിലിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് നാട്ടിലിറങ്ങി ജീവിക്കേണ്ടതല്ലേ, അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്, നമ്മൾ ജീവിക്കുന്ന പോലെ അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അവർ പിന്നെ ഈ സ്വന്തം മകനല്ല എന്നും കൂടി പറയുമ്പോൾ അവൻ്റെ കാര്യം നോക്കി. അപ്പോൾ അവനെ വിളിച്ചില്ല എന്ന് വന്ന് ചാനലിൽ കുറ്റം പറയേണ്ട അമ്മയും മകനും ആകുമ്പോൾ അവർ തമ്മിൽ എപ്പോഴും വിളിച്ച് കാണുമ്പോൾ ചെന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ വന്ന് ഇങ്ങനെ ചാനലുകാർ കുത്തി ചോദിക്കുമ്പോൾ മാക്സിമം പറയാതിരിക്കുക. കാരണം അവർക്ക് പണം ഉണ്ടാക്കുക, ചാനലുകാരെ ഉദ്ദേശിച്ച് അവർക്ക് കാശ് ഉണ്ടാക്കുക, നിങ്ങളെ വെച്ചിട്ട് പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും നേടിത്തരാനാണോ? തീർച്ചയായിട്ടും സ്വന്തം ചാനലിൽ വന്ന് സ്വന്തം ഇൻസ്റ്റാഗ്രാം 426K ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അവിടെ വന്നിരുന്നിട്ട് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണം, ഒരു ഗൂഗിൾ പേ ഇട്ട് കൊടുത്താൽ തന്നെ ലക്ഷങ്ങൾ വരും. പിന്നെ രേണു എപ്പോഴും പറഞ്ഞ ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്, എൻ്റെ അക്കൗണ്ടിൽ ലക്ഷങ്ങളുണ്ടെന്ന്. പിന്നെ പണത്തിൻ്റെ ആവശ്യം എന്തായാലും ക്യാൻസർ പേഷ്യൻറ്റ് ഇഷ്ടംപോലെ പണം ചിലവാകും. അപ്പോൾ ഇനി അടുത്ത ഒരെണ്ണോട് ഞാൻ വായിക്കാം. ലോകത്തിലെ ആദ്യത്തെ ക്യാൻസർ പേഷ്യൻ്റ് ആണോ രേണു? അവളെ ചെക്ക് ചെയ്യാതെ വിടാൻ എത്രയോ പേഷ്യൻസ് ഒരാൾ മാത്രമല്ലേ. ഇപ്പോൾ മാന്യമായി സംസാരിക്കാൻ അവൾക്ക് അറിയാമല്ലോ. 4.5 ലക്ഷം കൊടുത്ത് പല്ല് വയ്ക്കുന്നു. 4.5 ലക്ഷം രൂപ കൊടുത്ത് പല്ല് വയ്ക്കുന്നു, ഗ്ലൂട്ട എടുക്കുന്നു. ഇപ്പോൾ ചികിത്സിക്കാൻ ആരെങ്കിലും കൊടുത്താൽ സന്തോഷം എന്ന അർത്ഥത്തിലാണ് സംസാരം. മാന്യമായ ഡ്രസ്സിങ്, മാന്യമായ സംസാരം, ഇങ്ങനെയും അറിയാമല്ലേ. അസുഖം വേഗം മാറട്ടെ. അഹങ്കരിച്ച് അഹങ്കാരത്തിൻ്റെ ആകാശത്തിലായിരുന്നു. നാളെ നമ്മൾക്കും ഈ അസുഖം വരാം, പക്ഷേ ഇങ്ങനെ അഹങ്കരിച്ച് നടന്നിട്ടില്ല എന്നൊരു ആശ്വാസമുണ്ട്. ഫ്ലവറല്ല ഫയറാണ്. അച്ഛനെ എന്തൊക്കെ പറഞ്ഞു, അസുഖം വന്നു എന്ന് കേൾക്കുന്ന നിമിഷം കഴിഞ്ഞതൊക്കെ മറന്ന് ആൾക്കാർ വീണ്ടും തലയിൽ കയറ്റി. അവർ യഥാർത്ഥ സ്നേഹമുള്ള അമ്മയായിരുന്നെങ്കിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കിച്ചുവിനെ ഒരു കോൾ ചെയ്യാനുള്ള മനസ്സില്ലല്ലോ. ഇതിനകത്ത് എനിക്ക് ഈ കമൻറ്റിനകത്ത് വളരെ വലിയ കാര്യങ്ങളാണ്, സത്യമായ കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കണക്ക് നമ്മൾ തിരുവനന്തപുരം RCCയിലൊന്ന് പോയി നോക്കി. അങ്ങനെ ഓരോ റീജിയണൽ ക്യാൻസർ സെൻ്ററുകളിലും അതിനൊക്കെ വെറും ക്യാൻസർ സെൻ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസാണ് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ. കാരണം എല്ലാ മരുന്നുകളും കിട്ടത്തില്ല. നമ്മുടെ പോവർട്ടി ബിലോ ആയിട്ടുള്ള ആ റേഷൻ കാർഡ് ഉള്ളവർക്കും അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് മരുന്നുകൾ കിട്ടുന്നത്. അല്ലാത്തൊരു കുറേ പൈസ ചിലവും. കിടപ്പാടം വെറ്റൊക്കെ ചികിത്സിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ മരുന്നിന് കാശില്ല, ഫുഡിന് കാശില്ല. അവരുടെയൊക്കെ കോലം അവിടെ ഈ ക്യാൻസർ സെൻ്ററിൻ്റെ സൈഡിലെ ലോഡ്ജുകളുണ്ട്. അവിടെയൊക്കെ രോഗികളുടെ കൂട്ടിരിപ്പുകാർ കിടന്ന് ഉറങ്ങുന്ന സ്ഥലമാണ്. അവർ റൂം എടുത്ത് താമസിക്കണം. മാസങ്ങളും വർഷങ്ങളുമായിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ദിവസം നിങ്ങൾ ഒന്ന് അന്വേഷിക്കണം, ഒന്ന് കാണണം. ആ കണക്കിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രേണു മാത്രമല്ല, രേണുവിന് ക്യാൻസർ വന്നു. ഓക്കെ, പിന്നെ രേണു ഇവർ പറഞ്ഞ കണക്ക് അങ്ങ് ആകാശത്തിൽ ഞാൻ ഏതോ വലിയ സംഭവമാണെന്നുള്ള കൊടുമുടിയായിരുന്നു. എല്ലാ മനുഷ്യരും അങ്ങനെ നാളെ എനിക്കും അസുഖം വരാം. മനുഷ്യൻ്റെ കാര്യമല്ല, അസുഖങ്ങൾ
എപ്പോൾ വേണേലും വരാം. പക്ഷെ നമ്മളൊക്കെ നാളെ മാനം മര്യാദയ്ക്ക് ജീവിച്ചു. ഇന്ന് നമ്മുടെ ഇല്ലായ്മയിൽ ഉള്ളതും കൊണ്ട് നമ്മൾ ഓണം പോലെ കഞ്ഞി നമ്മുടെ വീട്ടിൽ കഞ്ഞി കുടിച്ച് കിടക്കും. കഞ്ഞി ഉണ്ടാക്കാൻ നമുക്ക് വഴിയില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ മര്യാദയ്ക്ക് മാനം മര്യാദയ്ക്കുള്ള ജോലി ചെയ്ത് നമ്മൾ ജീവിക്കുന്നു. ആ ജീവിച്ചതിന് നമുക്ക് അന്തസ്സുണ്ട്. ഞാൻ ഇന്ന് ആരെയും കൊണ്ടും ഞാൻ മരിച്ചു പോയാലും എന്നെ ആരും പറയത്തില്ല എൻ്റെ മക്കൾക്കൊരു മാന്യത, ഒരു മാനക്കേട് ഞാൻ ഉണ്ടാക്കിയിട്ടല്ലല്ലോ മരിച്ചു പോയത് എന്നൊരു സമാധാനം നമ്മളെല്ലാ മനുഷ്യനും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഏത് രോഗം വന്ന് മരിച്ചു പോയാലും ഏത് രോഗം വന്ന് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വന്നാലും നമ്മുടെ തലമുറയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന് നമ്മുടെ കുടുംബത്തിന് നമ്മളായിട്ടൊരു മാനക്കേട് നാളെ ഉണ്ടാക്കിയില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാം. എല്ലാ മനുഷ്യരും പോവും. മാക്സിമം 80 വയസ്സൊക്കെയാണ് ആയുസ്. അതിനപ്പുറത്തേക്ക് ജീവിക്കുന്നവരൊക്കെ മഹാഭാഗ്യവാന്മാർ. ആ 80 വയസ്സിനും ഇടയ്ക്ക് എത്രയോ നേരത്തെ പോകുന്നു. കണ്ടില്ലേ നമ്മുടെ ഇപ്പോൾ തന്നെ മരിച്ചില്ലേ, ആരാണ് നമ്മുടെ 50 വയസ്സ് 56 വയസ്സല്ലേ ഉള്ളായിരുന്നു. ഇപ്പോൾ മരിച്ചതാരായിരുന്നു? സലീം കുമാർ, 56 വയസ്സുള്ള സലീം കുമാർ മരിച്ചില്ല. ഇങ്ങനെ എല്ലാ ആൾക്കാരും ഒരുപാട് പേരും മരിക്കുവാണ്. പക്ഷേ നമുക്ക് നാളെ അവരുടെ മക്കൾക്കായാലും അവരുടെ ഭാര്യയ്ക്കായാലും അഭിമാനിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടല്ലേ മരിക്കുന്നത്. കൽപ്പന ചേച്ചി മരിച്ചു. അവരെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശം പറയൂ? അതേപോലെ നമ്മുടെ ശരണ്യ ക്യാൻസർ വന്നാണ് മരിച്ചത്. ശരണ്യെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും മോശം പറയും? നമ്മൾ ഓരോ സെക്കൻഡിലും ഇവരെക്കുറിച്ചൊക്കെ ഇവരുടെയൊക്കെ ഒരു ഫോട്ടോ കാണുമ്പോൾ, ഒരു സിനിമ കാണുമ്പോൾ, ഇവരുടെ ഒരു ആൽബം കാണുമ്പോൾ, ഒരു സീരിയൽ കാണുമ്പോൾ നമുക്ക് എന്തുമാത്രം അഭിമാനമാണല്ലേ. അതാണ് വേണ്ടത്. അല്ലാണ്ട് ഞാനൊരു കുറേ കോപ്രായം കട്ടി തുണി എരിഞ്ഞ് മുഴുവൻ കാണിച്ചിട്ട് ഞാൻ പണമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം മരിക്കും. എല്ലാ മനുഷ്യനും ഏതെങ്കിലും രീതി ഏതെങ്കിലും അസുഖം വന്ന് നമ്മളൊക്കെ മരിക്കും. നമ്മളെല്ലാ മനുഷ്യരും ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് പോകാനുള്ളവരാണ്. അതെല്ലാ മനുഷ്യരും ആലോചിച്ചാൽ കൊള്ളാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കമൻസുകൾ കണ്ടപ്പോൾ ഒരു 4-5 കമൻസ് ഞാൻ എടുത്തു വെച്ചു. അതുപോലെ തന്നെ കിച്ചുവിൻ്റെ കാര്യം, അവന് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടില്ല. അച്ഛനും അമ്മയും നഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ അവൻ എത്ര പ്രായമായാലും അവൻ്റെ വേദന എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും കേട്ടോ. അപ്പോൾ അവനെ അങ്ങോട്ട് വിളിക്കാം. അവൻ വിളിച്ചില്ല, അവൻ ചെറിയ കുട്ടിയല്ല, അവൻ 20-22 വയസ്സ് കാണും. അവനെ അങ്ങോട്ട് വിളിക്കാം. മോനെ, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ട് കേട്ടോ, മോനെ അറിഞ്ഞില്ല എന്ന് പറയാൻ മോനെ അറിയിക്കാൻ വേണ്ടിയിട്ട് അമ്മ വിളിച്ചാണ്. എന്തിനാണ് ഈ അസുഖത്തിൻ്റെ മുന്നിൽ പോലും എന്തിനാണ് ഒരു അഹംഭാവം എന്തിനാണ്? അവൻ എന്ത് പറഞ്ഞോട്ടെ, മക്കളല്ലേ, നമ്മൾ ക്ഷമിക്കണ്ടേ. നമ്മളെക്കാൾ മക്കളല്ലെങ്കിൽ പോലും നമ്മളെക്കാൾ താന്ന അവസ്ഥ. നമ്മൾ ഒരു നേരം ഒരു ഓണമെങ്കിലും അവരെക്കാൾ കൂടുതൽ ഉണ്ടവരല്ലേ, നമുക്ക് അവരെക്കാൾ കുറച്ചും കൂടി അറിവില്ലേ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അവരെക്കാൾ ലോകം കണ്ടവരല്ലേ. അപ്പോൾ അവർ വിളിച്ചില്ലെങ്കിൽ നമ്മൾ വിളിക്കുക, അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട് മക്കളെ എന്ന് വിളിച്ച് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് ഇത്രയും ഒരു ഈഗോയുടെ ആവശ്യം എന്താണ്? അവൻ വിളിച്ചില്ല എന്നൊരു ചാനലിൻ്റെ മുമ്പിൽ വന്ന് പറയുമ്പോൾ അവനെ എല്ലാവരും കൂടി മോശക്കാരനാക്കും, അവനെ വലിച്ചു കീറും. വലിയ വ്ളോഗേഴ്സ് വരെ പറയുന്നു കിച്ചു ചെയ്തത് മോശമായി ഇപ്പോൾ. അവൻ അത്രയ്ക്കങ്ങ് പ്രയോജനമുണ്ടോ? അവൻ അത്രമാത്രം ചിന്തിച്ച് ചെയ്യാൻ? അവനെ അവിടെ വന്ന് അവനൊരു പുരുഷനല്ലേ, ഒരു ചെറുപ്പക്കാരൻ പയ്യനല്ലേ, വളർന്നു വരുന്ന കുട്ടിയല്ല. അവനെ എന്തുമാത്രം ആൾക്കാർ കളിയാക്കി കാണും. അത് ചിന്തിക്കാതെ എന്തിനാണ് ഈ വ്ളോഗർമാർ അങ്ങനെ പറയുന്നത്? അവൻ വളർന്നു വരുന്ന കുട്ടിയാണ്. അവനൊരു ജീവിത സാഹചര്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി നോക്കുന്നതാണ്. അവനവിടെ ജീവിച്ചിരിപ്പുണ്ടാൽ അവൻ നല്ല രീതിയിൽ വന്നാൽ അവൻ്റെ അനുജന് തീർച്ചയായിട്ടും അവനൊരു തണലാവുക തന്നെ ചെയ്യും. അവനൊരു കൈത്താങ്ങാണ്. അതെങ്കിലും മനസ്സിലാക്കിയിട്ട് സംസാരിക്കും കേട്ടോ. പിന്നെ അസുഖത്തിൻ്റെ പേര് വന്ന് സത്യമാണ്, എനിക്കും അത് തോന്നി. ഇപ്പോൾ അസുഖത്തിൻ്റെ പേര് വന്നപ്പോൾ പിന്നെ എന്തുമാത്രം മാറിപ്പോയി. വളരെ കുറച്ച് ഒരു 6-7 ദിവസത്തിന് മുമ്പുള്ള രേണു ആണോ ഇപ്പോൾ സംസാരിക്കുന്നത്? ഇപ്പോൾ ശരീരം മറയ്ക്കാൻ അറിയാം, നല്ല ഡ്രസ്സ് ഇടാൻ അറിയാം, വളരെ സമാധാനമായിട്ടും മാന്യമായിട്ട് സംസാരിക്കാൻ അറിയാം. അസുഖം നമ്മളെ മാനസാന്തരപ്പെടുത്തും. എന്ത് അസുഖങ്ങളും നമ്മുടെ സിറ്റുവേഷൻസ് നമ്മളെ മാനസാന്തരപ്പെടുത്തും. ആ ഒരു അവസ്ഥയിലാണ് പിന്നെ രേണു. എന്തുകൊണ്ടാണ് നമുക്കിത് എന്താ പറഞ്ഞാൽ നമുക്കിത് അവലോകനം ചെയ്യേണ്ടി വരുന്നത്, റിയാക്ട് ചെയ്യേണ്ടി വരുന്നതാണ്. ഒരു 5-6 ദിവസത്തിന് മുകളിൽ 10 ദിവസത്തിന് മുമ്പുള്ള രേണുവിൻ്റെ വർത്തമാനങ്ങളും വീഡിയോസ് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ രേണുവിൻ്റെ ഒരു വീഡിയോ ഇടുന്നുണ്ട്, നമുക്കിങ്ങനെ രേണുവിൻ്റെ വീഡിയോ കയറി വന്നുകൊണ്ടിരിക്കുക. എന്തുമാത്രം ഒരു മോശമായിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ടെന്നറിയാം, എന്തുമാത്രം മോശമായിട്ടുള്ള സംസാര രീതികളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ വീണ്ടും ഇത് പറയേണ്ടി വരുന്നത്. കാരണം ഇതെല്ലാം കയറി വന്നുകൊണ്ടിരിക്കുക. പഴയ വീഡിയോസ്, ഓരോ ചാനലുകാരിട്ട വീഡിയോസ് എല്ലാം ഇപ്പോൾ രേണുവിട്ടാണ് വീണ്ടും ട്രെൻഡിങ് ആയി കിടക്കുന്ന അസുഖത്തിൻ്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ആ വീഡിയോ കാണുമ്പോൾ ആൾക്കാർ ഇവളിങ്ങനെ നടന്നതാണ്, കണ്ടില്ലേ, ദൈവമാണ് വലിയവൻ എന്നൊക്കെ സാധാരണക്കാർ, നമ്മുടെ നാട്ടിൻപുറത്തെ ആൾക്കാർ അങ്ങനെ തോന്നിപ്പോകുന്നത് അവരെ കുറ്റമല്ല. പക്ഷേ രേണുവിൻ്റെ അസുഖം മാറരുതെന്നോ രേണു അസുഖം വരണമെന്നോ ഒന്നും ആരും ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം മാനസാന്തരത്തിലുള്ള സമയം രേണു സ്ട്രോങ് ആയിട്ട് വരും. കാരണം ഇത് ബ്രസ്റ്റ് ക്യാൻസറാണ്. ഇത് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു അസുഖമാണ്. ലങ്സിൽ ബാധിച്ചു എന്ന് പറഞ്ഞപ്പോഴേ ഉള്ളൂ എനിക്കൊരു ടെൻഷൻ വന്നത്. കാരണം ലങ്സിനെ ബാധിച്ചാൽ കുറച്ച് ക്രിട്ടിക്കലാവും. അല്ലെങ്കിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുന്നത് 20-25 വർഷമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു അസുഖമാണ് കേട്ടോ. അപ്പം പലരും പറയുന്നുണ്ട് ഇതൊക്കെ വെളുപ്പിക്കാൻ, അസുഖത്തിൻ്റെ പേര് പറഞ്ഞ് കഴിയുന്നതൊക്കെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ പിന്നെ അതെനിക്ക് ക്യാൻസർ ആണെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ കിടന്ന് ചാടിയത്. ഇതെല്ലാം ആൾക്കാർ റിവൈൻഡ് ചെയ്യുകയാണ്. അവരെല്ലാം റിവൈൻഡ് ചെയ്യുന്ന എന്തുകൊണ്ടാണ്? കഴിഞ്ഞ കാല വീഡിയോസ് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മാന്യമായിട്ട് മുന്നോട്ട് പോവുക. ബ്രസ്റ്റിൻ്റെ സർജറിക്ക് ദുബായിൽ പോയപ്പോൾ
ജൂലി ജോണി ക്യാൻസർ ആണെന്ന് അറിഞ്ഞത് എന്നാണ് അറിഞ്ഞത്. രേണു വീണ്ടും ഒരുപാട് കള്ളങ്ങൾ മെനയുന്നു. എന്തിനാണ് രേണു മുടി മുറിച്ചത്? കീമോ തുടങ്ങിയിട്ടില്ല, മുടി കൊഴിഞ്ഞു തുടങ്ങിയിട്ടില്ല, അതും കളറൊക്കെ ചെയ്ത് മുടി കട്ട് ചെയ്തിരിക്കുന്നു, ഒട്ടും യോജിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ആൾക്കാർ വീണ്ടും ഇതൊക്കെ എടുത്തു വെച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, രേണു അസുഖം ആർക്കും വരും. ഇപ്പം നാളെ എനിക്ക് വരാം, മറ്റുള്ളവർക്ക് വരാം, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്ക് വേണേലും വരാം. നമ്മളെല്ലാവരും ഭൂമിയിൽ നിന്ന് ഒരു ദിവസം പോകേണ്ടവരാണ്. അത് ഏതെങ്കിലും അസുഖം ബാധിച്ച് തന്നെ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങളൊക്കെ ജീർണിച്ച് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങൾ പ്രവർത്തനരഹിതമായിട്ട് തന്നെ നമ്മൾ മരിക്കണം. അല്ലാണ്ട് നമ്മൾ ആരും അമരന്മാരൊന്നുമല്ല, ആർക്കും അമരത്വമൊന്നുമില്ല, എല്ലാ മനുഷ്യരും മരിക്കും. പക്ഷേ നമ്മൾ ജീവിക്കുന്ന കാലം വരെ ആൾക്കാരെ കൊണ്ട് ഒരുപാട് മോശം, നമ്മൾ അറിഞ്ഞുകൊണ്ട് മോശം പറയിക്കാതെ. ചില ആൾക്കാർ പറയുന്നുണ്ട് അവർ അറിഞ്ഞുകൊണ്ട് മോശം പറയിക്കാൻ അവരെന്താണ് നിങ്ങളുടെ വീട്ടിൽ വന്ന് ചെയ്തോന്നും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ കാണുന്നതാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ അതാണ് വീണ്ടും പറഞ്ഞു വരുന്നത്, പണം ഉണ്ടാക്കാൻ വേണ്ടി ഇതേപോലെയുള്ള ആ കുട്ടികൾ ഇൻസ്പയർ ആവുന്നുണ്ട്. ഇന്നലെ രാത്രി എന്നെ ഒരു കുട്ടിയുടെ അമ്മ വിളിച്ചു. രാത്രി ആ കുട്ടി ഒരു 14 വയസ്സായിട്ടേ ഉള്ളൂ. വീട്ടിനകത്ത് റൂമിലിരുന്ന് എന്തോ വീഡിയോ കോൾ ചെയ്യണം. 11-11:30 മണിയായി. അപ്പോൾ മാസ്കുകളിട്ട് പെൺകുട്ടികൾ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുണി ഉരിഞ്ഞ് കാണിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കൂടുതലായി വരുന്നുണ്ട്. അപ്പോൾ അത് ഓർത്തിട്ട് അവർക്ക് പേടി. അപ്പോൾ ഇങ്ങനെയുള്ള അവർക്ക് ഇൻസ്പയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്പിറേഷനുള്ള സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് താരങ്ങളായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ തുണി ഉരിഞ്ഞ് കാണിക്കുമ്പോൾ കുട്ടികൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ടെൻഡൻസി കൂടുകയാണ്. അപ്പോൾ അതാണ് ഈ അമ്മയുടെ ഭയം. തീർച്ചയായിട്ടും ഒരുപാട് കുട്ടികൾ അങ്ങനെയുണ്ട്. അങ്ങനെ തന്നെയാണ്, മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ കുട്ടികൾ ഇറങ്ങിയിരിക്കുന്നത്. ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഇവരെയൊക്കെ ഭാവിയിൽ ആൾക്കാർ തിരിച്ചറിയുമെന്ന് പേടിക്കണം, അറിയും തീർച്ചയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടെൻഡൻസികളൊക്കെ ഇങ്ങനെയുള്ള ഈ രേണുവിനെ പോലെയുള്ള ഈ കുറച്ച് എൻ്റെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ള ആൾക്കാരുമൊക്കെ തുണി ഉരിഞ്ഞ് കാണിക്കുക എന്നുള്ളൊരു ടെൻഡൻസിയായി മാറി കേട്ടോ. പിന്നെ അമേരിക്കയിലെ ഒരു ആൻറ്റി, ഇൻസ്റ്റാഗ്രാമിൽ പുള്ളി ഭയങ്കര എന്താ പറയുക ഒരു ഇൻഫ്ലുവൻസറായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് ഞാൻ കാണുന്നുണ്ട്. സ്വന്തമായിട്ട് ആൻറ്റി എന്ന് പറഞ്ഞാണ് ഇവർ കൂടുതൽ വൈറലായത്. ഞാൻ ആൻറ്റി. അപ്പോൾ എല്ലാവരും പറയും ഇന്നത്തെ കാലത്ത് എല്ലാവരും പ്രായം കുറച്ച് കാണിക്കാനാണല്ലോ താല്പര്യം. അപ്പോൾ അതുകൊണ്ടാണ് അവരെയൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞ ശേഷം പുള്ളിയുടെ കാലയുടെ ഡ്രസ്സിങ്ങാണ്, അവിടുത്തെ ഡ്രസ്സിങ്ങാണ്. 10-40 വർഷത്തോളമായി അമേരിക്കയിൽ ജീവിക്കുന്നു. ഒരു 20 വയസ്സോ 25 വയസ്സിലും കണ്ട് പോയതാണ്. 65 വയസ്സിനോളം ഉണ്ട്. അപ്പോൾ അവരുടെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് അവരപ്പം ഇവിടുത്തെ കുറേ സ്ത്രീകളെ ഇതേപോലെയുള്ള ഡ്രസ്സ് ഇടുക, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഡ്രസ്സ് ഇടണം, അത് നമ്മുടെ റൈറ്റാണ് എന്നൊക്കെ പറയും. അത് അമേരിക്കയിലാണ്. അവരുടെ അവിടുത്തെ കൾച്ചറിൽ നിങ്ങൾക്ക് എന്ത് ഡ്രസ്സ് വേണമല്ലോ, ഇത് വേറൊരു കൾച്ചറുള്ള നാടാണ്. ഇവിടെ നമ്മുടെ തുണി ഉരിഞ്ഞ് നമ്മുടെ മാന്യമായിട്ട് മാറുമറയ്ക്കാൻ വേണ്ടി സമരം ചെയ്ത ഈ നാട്ടിൽ നമ്മൾ മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുക. നമ്മുടെ ക്ലീവേജ് കാണിക്കുമ്പോൾ പുരുഷത്വം ഉണരുന്ന പുരുഷന്മാരാണ് ഇവിടെ കൂടുതൽ എന്നുള്ളതാണ് ഇവിടെ സ്ത്രീകൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീകൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി ഇങ്ങനെ പണം ഉണ്ടാക്കുന്നത്. ഇവിടെ പെണ്ണുങ്ങളുടെ ക്ലീവേജ് കണ്ടാലോ, പെണ്ണുങ്ങളുടെ തൊടയുടെ ഭാഗം കണ്ടാലോ ഇവിടെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആവും. ആണുങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള അവരുടെ പുരുഷത്വം ഉണരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു പുരുഷത്വം ഉണരുന്ന ഒരു പ്രക്രിയ ഇവിടെ ഉള്ളത് കൊണ്ട് അറിഞ്ഞിട്ടാണ് ഇവിടുത്തെ തരുണീമണികൾ, ഇവിടുത്തെ കൂതറ പെണ്ണുങ്ങൾ തുണി എറിഞ്ഞുകൊണ്ട് രാത്രിയിലായാലും പകലായാലും സബ്സ്ക്രിപ്ഷൻ നടത്തി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെയുള്ള സ്ത്രീകൾ വന്നിരുന്ന ഡ്രസ്സ്, നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് ഇടാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇവർ വന്നിട്ട് ഇവിടെ കേരളത്തിൽ വന്നിരുന്ന ഇതേ കണക്കുള്ള ഡ്രസ്സ് ഞാൻ ഇടാറില്ല, കേരളത്തിൽ ഇത് നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ എന്നും പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഇതൊരിക്കലും ഈ പ്രോത്സാഹനമല്ല, ഇത് ഇൻസ്പയർ അല്ല. ആദ്യം അത് മനസ്സിലാക്കണം. നിങ്ങൾ 40 വർഷത്തിന് മേളായി അമേരിക്കയിലാണ് താമസിക്കുന്നത്. അവിടെ ഏത് ഡ്രസ്സ് ഇട്ടാലും ആരും ശ്രദ്ധിക്കാനില്ല. ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ നാട്ടിൽ മാനം മര്യാദയ്ക്കും ആവശ്യത്തിനുള്ളത് മറച്ചു വെച്ചും ജീവിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വന്ന് ഞാൻ കാളവണ്ടി യുഗത്തിൽ നിന്ന് ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ല, നിങ്ങളൊരു മുതുക്ക് അമ്മായി അല്ലെന്ന്. സത്യമാണ്. അമ്മായി ആയാൽ പോലും, അമ്മാവനായാലും അമ്മായി ആയാലും നമ്മൾ കാളവണ്ടി യുഗത്തിലായാലും നമ്മൾ ഇന്നത്തെ തലമുറയെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കാരണം ഞാനൊക്കെ ഇനി എത്ര കോടിക്കണക്കിന് രൂപ തന്നാലും എൻ്റെ തുണിയൊന്നും ഉരിഞ്ഞ് മാറ്റാനോ, ഞാൻ എത്ര സാമ്പത്തിക പ്രശ്നത്തിലാണ്, കടബാധകൾ ഇഷ്ടം പോലെ ഉണ്ട്, മോനെ പഠിപ്പിക്കുന്ന ലക്ഷങ്ങൾ വേണം. പക്ഷേ എന്നാൽ പോലും ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന്, ഓരോരുത്തരും എന്നെ മോഡലിങ്ങിന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ സിനിമയിലോ നമ്മളെ അഭിനയിക്കാൻ പറയുമ്പോൾ നമുക്ക് ചുംബിക്കുന്ന എന്ന് പറഞ്ഞാൽ കിസ്സിങ് സീനാണ്, ലിപ് ലോക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഡ്രസ്സിന് കുറച്ച് ഒരു കന്യാസ്ത്രീയായിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് പറഞ്ഞു വന്നപ്പോൾ കന്യാസ്ത്രീയെ ഒരുത്തൻ പൊക്കി എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ അവരുടെ ആദ്യം അവരിങ്ങനെ എടുക്കുമ്പോൾ അവരുടെ കാലിൻ്റെ ഭാഗത്ത് കന്യാസ്ത്രീയുടെ ഉടുപ്പൊക്കെ ഇങ്ങ് മാറിപ്പോവുകയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അവരെ ബലാത്സംഗം ചെയ്ത് കൊന്നാണ്. അപ്പോൾ അങ്ങനെ വരും. ആദ്യം കന്യാസ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷിച്ചു, കന്യാസ്ത്രീ അല്ലേ, എല്ലാം മറച്ച് മുഖം മാത്രമല്ലേ കാണുന്നുള്ളൂ, മറച്ചിട്ടുള്ള ഡ്രസ്സാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇതാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഏതെങ്കിലും ഒരു പ്രത്യേകിച്ച് തൊലിവെളുത്ത പെണ്ണുങ്ങളാകുമ്പോൾ കുറച്ച് ശരീരഭാഗങ്ങൾ കാണിക്കുമ്പോൾ അതൊരു കൊമേഴ്സ്യൽ എന്നാൽ അവരുടെ ബിസിനസ്
ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് വിചാരിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ലക്ഷങ്ങൾ കോടികൾ തരാമെന്ന് പറഞ്ഞാലും അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് പോകാൻ കഴിയില്ല. അത് നമ്മുടെ മുതുക്ക് പ്രായം കൊണ്ടായിരിക്കും. അതെന്തായാലും നിങ്ങളങ്ങ് ക്ഷമിച്ചേരെ. പക്ഷേ മാനം മര്യാദയ്ക്ക് നമ്മൾ വരുന്ന തലമുറയ്ക്കും അതുപോലെ നമ്മൾ മരിച്ചുപോയി, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയാലും മോശക്കേട് പറയാൻ അവൾ ഇങ്ങനെ നടന്നവളാണ്, അവൾ അഴുക്കുകയാണ്, അവളൊരു ഉളുപ്പില്ലാത്ത സ്ത്രീയാണ് എന്ന് പറയാനുള്ള ഇടവരുത്താതിരിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെല്ലാം മരിച്ചു പോകുന്ന മനുഷ്യരാണ്, നമ്മൾ ആരും അമരരല്ല. നമ്മളെല്ലാം എന്തെങ്കിലുമൊക്കെ അസുഖം നിമിത്തം നമ്മളുടെയൊക്കെ അവയവങ്ങൾ അടിച്ചു പോകും, നമ്മുടെയൊക്കെ പാർട്സ് ഒന്ന് ജീർണിക്കും, ഒന്ന് അവയവങ്ങൾ അടിച്ചു പോകും. ഇങ്ങനെയൊക്കെ നമ്മൾ മരിക്കും. ചിലവർ നേരത്തെ മരിക്കും, ചിലവർ ലേറ്റായിട്ട് മരിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. എല്ലാ മനുഷ്യർക്കും മരണമുള്ളതാണ്. എല്ലാ മനുഷ്യർക്കും എന്തൊക്കെ അസുഖം വന്നിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള ഗായ്സ്. അപ്പോൾ